കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഉച്ചപൂജ കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ എല്ലാവർക്കും ഗുരുവായൂരപ്പനെ കാണണ്ടേ? എല്ലാവരും വരൂ കേട്ടോ. ഇപ്പോൾ മണ്ഡലകാലമൊക്കെ അല്ലേ, അപ്പോൾ ദിവസവും പഞ്ചഗവ്യം ഒക്കെ ഉണ്ടേ. അപ്പം ഇന്ന് പഞ്ചഗവ്യവും ഉച്ചപൂജയൊക്കെ ഉണ്ടായിരുന്നത് പഴയം നന്തോദിക്കനാണ്. അതുപോലെ കളഭാലങ്കാരം ഉണ്ടായിരുന്നത് പൊട്ടക്കുഴി കൃഷ്ണോദിക്കനാണ്. അപ്പോൾ നന്നായിട്ടുള്ള അലങ്കാരമാണെന്ന്. അപ്പോൾ എല്ലാവരും വരൂ. നമുക്ക് ആദ്യം തന്നെ ആ ഗണേശൻ്റെ പുറത്തുള്ള ഗണേശൻ്റെ അടുത്ത് പോയിട്ട്, കിഴക്കേ നടയിലുള്ള ഗണേശൻ്റെ അടുത്ത് പോയിട്ട് തൊഴുതിട്ട് വരിക. നേരെ ഗോപുരവാതിലൊക്കെ കഴിഞ്ഞ് നമുക്ക് ഉള്ളിലേക്ക് കയറാം. അപ്പം അങ്ങനെ നല്ല തിരക്കാണല്ലോ, വന്ന് തൊഴാം. എല്ലാവരും വന്നോളൂ കേട്ടോ. വരുമ്പോൾ അവിടെ അങ്ങനെ കയറുന്ന സമയത്ത് തന്നെ ആ ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തേക്ക് നോക്കിയാൽ ആ വിളക്കുകൾ ഇങ്ങനെ തെളിഞ്ഞ് കാണാം. അപ്പോൾ അതൊക്കെ കണ്ടിങ്ങനെ നടക്കാം. അങ്ങനെ പതുക്കെ ആ മേൽപ്പത്തൂരിൻ്റെ അവിടേക്ക് നോക്കിയിട്ടൊന്ന് മനസ്സാ സ്മരിക്കുക. അതുപോലെ വലത്തെ തൂണിൻ്റെ അവിടേക്കും പോയിട്ട് ഒന്ന് കൈകൊണ്ട് തൊട്ട് നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത സ്ഥലത്തൊന്ന് തൊട്ട് തലോടുക. അങ്ങനെ നേരെ നമുക്ക് ആ വലത്തെ സൈഡിലൂടെ ഇങ്ങനെ പുറത്തേക്ക് അകത്തേക്ക് ഇങ്ങനെ വരാം. അപ്പോൾ നേരെ ഇങ്ങോട്ട് പോരുക കേട്ടോ. എല്ലാവരും പോന്നോളൂ. ഉണ്ണിക്കണ്ണനെ നോക്കിയാൽ നമുക്കിങ്ങനെ കാണാം. കാൽത്തടകളൊക്കെ ഇട്ട് അതേപോലത്തെ കാലിങ്ങനെ അന്ന് കാളിയമർദ്ദകനാണ് കേട്ടോ. കാളിയം പാമ്പിൻ്റെ തലയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. വാല് ഇടത്തെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. വലത്തെ കയ്യിൽ പൊന്നോടക്കുഴലും ഉണ്ട്. അപ്പോൾ ആ പൊന്നോടക്കുഴലൊക്കെ കയ്യിൽ പിടിച്ചിട്ട് നൃത്തം ചവിട്ടുന്ന, കാളിയം പാമ്പിൻ്റെ തലയിൽ നൃത്തം ചവിട്ടുന്ന ആ കാളിയമർദ്ദന രൂപത്തിലാണെന്ന് ഭഗവാൻ കൃഷ്ണൻ അവിടെ നിൽക്കണതേ. അപ്പോൾ വളരെ നന്നായിട്ടുള്ളൊരു അലങ്കാരമാണത്. നല്ല രസമായിട്ട് ചാർത്തിയിട്ടുണ്ട്. പട്ടുകോണൊക്കെ കൊടുത്ത് ആ കുമ്പയുടെ മുകളിലിങ്ങനെ അരയിൽ കിങ്ങിണിയൊക്കെ ഇങ്ങനെ കെട്ടി, ഇങ്ങനെ കാലുമ്മലും കയ്യുമ്മലും തോൾവളകളൊക്കെ ഇങ്ങനെ ധരിച്ച്, പൊട്ടൊക്കെ, അതായത് സ്വർണ്ണഗോപി ഉണ്ട്, പിന്നെ ഒരു മാങ്ങാമാല ഉണ്ട്, ഒരു നെക്ലസ് പോലത്തെ ഒരു മാല ഉണ്ട്, ഒരു ചെറിയൊരു മാലയുണ്ട്. സ്വർണത്തിൻ്റെ തന്നെയാണ്, ഇന്ന് മൊത്തം സ്വർണ്ണമാണ് തോന്നുന്നു. നല്ല കാഴ്ചയാണ്. അതുകൂടാതെ ആ ഉണ്ടമാല ഉണ്ട്, താമരയും തെച്ചിയായിട്ടുള്ളൊരു മാലയും തുളസിയും തെച്ചിയായിട്ടുള്ളൊരു മാലയും. അങ്ങനെ 2 ഉണ്ടമാലകളുണ്ട്. അതുപോലെ തിരുമുടിമാലകളുണ്ട്, തുളസിയും തെച്ചിയായിട്ടുള്ളതുകൊണ്ട്, വെളുത്ത പൂവും താമരയായിട്ടുള്ളതുകൊണ്ട്. അങ്ങനെ 2 ഉണ്ടമാലയുണ്ട്, 2 തിരുമുടിമാലയുണ്ട്. ആ പീലി തിരുമുടി കെട്ടിയിട്ടുമുണ്ട്. ആ കളഭം കൊണ്ട് പീലി ചാർത്തിയിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ ആ കാളിയം പാമ്പിൻ്റെ തലയിൽ ഇങ്ങനെ വലത്തെ കാലിങ്ങനെ വെച്ച് ചവിട്ടിയിട്ട് ഇടത്തെ കാലിങ്ങനെ പൊന്തിച്ച് നിൽക്കുന്ന തരത്തിലാണ്. 2 കാലും ഇങ്ങനെ ചവിട്ടിക്കൊണ്ട് നൃത്തം ചവിട്ടുകയാണ്. അപ്പോൾ നല്ല രസമായിട്ടുണ്ട്. ഇടത്തെ കൈ കൊണ്ട് വാലും പിടിച്ചിട്ടുണ്ട്. അപ്പോൾ വീഴാൻ പോകാതിരിക്കാനേ വാല് വിട്ടു പോകണ്ടാച്ചിട്ടാണ്. അപ്പോൾ നല്ലൊരു കാഴ്ചയായിട്ട് വന്ന് ആ ശ്രീലകത്തെ പൊൻവിളക്കിൻ്റെ പ്രഭയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് കളഭം കൊണ്ടുള്ള അലങ്കാരം. അപ്പോൾ എല്ലാവരും കണ്ടോളൂ. ആ ഗുരുവായൂരപ്പൻ്റെ ഇന്നത്തെ കളഭാലങ്കാരം കണ്ടു തൊഴുതോളൂ. അങ്ങനെ തൊഴുത് നമുക്ക് വേഗം ഇറങ്ങാം. ഈ തിരക്കാവുമ്പോൾ അധികം നിൽക്കാനൊന്നും സമ്മതിക്കില്ല. അപ്പോൾ നമുക്കങ്ങനെ തൊഴുത് ഇറങ്ങാം. അങ്ങനെ ഇറങ്ങുമ്പോൾ ആ സപ്തമാതാക്കളെയൊക്കെ ഒന്ന് കണ്ട് തൊഴുത് അങ്ങനെ ഗണേശൻ്റെ അടുത്ത് വരാം. നമ്മളിപ്പോൾ പുറത്തെ ഗണേശനെ കണ്ടു, ഇനി അകത്തെ ഗണേശനെയും കണ്ട് തൊഴാം. ഗണേശൻ്റെ അവിടെ വന്നിട്ട് നോക്കുമ്പോൾ അത് തുമ്പിക്കൈയൊക്കെ നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. ആ ഗോളക കിരീടമൊക്കെ വെച്ചിട്ടുണ്ട്. മാലയൊക്കെ ചാർത്തിയിട്ടുള്ള ഗണേശ വിഗ്രഹത്തെ കണ്ടു തൊഴാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അങ്ങനെ സരസ്വതി അറയിലേക്ക് നോക്കിയിട്ട് സരസ്വതി ദേവിനെയും തൊഴാം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ കണ്ട് തൊഴുത് നമ്മളിങ്ങനെ പതുക്കെ പോരുമ്പോൾ ആ സൈഡിലുള്ള ഗണേശൻ്റെ വിഗ്രഹത്തിലൊന്ന് തൊട്ട് തലോടിയിട്ട് നേരെ അങ്ങോട്ട് പോരാ. അപ്പോൾ മേൽശാന്തിൽ അവിടുന്ന് പ്രസാദമൊക്കെ വാങ്ങാം, അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. അതൊക്കെ വാങ്ങിയിട്ട് ഇനി നമുക്ക് ഗുരുവായൂരപ്പൻ്റെ പുറകിൽ അങ്ങോട്ട് നമസ്കരിക്കുക.
സാഷ്ടാംഗം നമസ്കരിച്ച് എല്ലാ കാര്യങ്ങളും ആ മുൻപിൽ നമുക്ക് പറയാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ പുറകിൽ വന്നിട്ട് പറയാം. അങ്ങനെ അവിടുന്ന് അത് കഴിഞ്ഞിട്ട് ആ അനന്തശായിയായ അനന്തപത്മനാഭനെ കണ്ടു തൊഴാം. അനന്തപത്മനാഭൻ്റെ അവിടെയൊക്കെ നല്ല അലങ്കാരം ഉണ്ട് കേട്ടോ, അലങ്കരിച്ചിങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇനി നേരെ നമുക്ക് ആ ചതുർബാഹുവായ വിഗ്രഹങ്ങളൊക്കെ കണ്ട് ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കണ്ടിങ്ങനെ കൃഷ്ണനെയും സുബ്രഹ്മണ്യനെയും പരശുരാമനെയൊക്കെ കണ്ടിങ്ങനെ വരാം. അങ്ങനെ ഹനുമാൻ സ്വാമിയുടെ അടുത്തെത്തി ഹനുമാനെയൊക്കെ കണ്ട് തൊഴുത് കുങ്കുമൊക്കെ ലേശം ചാർത്തിയിട്ട് നേരെ നമുക്കിങ്ങനെ പോരാം. അങ്ങനെ വരുമ്പോൾ താമരക്കണ്ണനെ കണ്ട് തൊഴാം. കൽപ്പകവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനോട് നമ്മൾ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞാൽ സാധിച്ചു തരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെയൊക്കെ പറഞ്ഞ് നേരെ ആ കിണറൊക്കെ നോക്കി മണിക്കിണറൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ നമ്മളെ നൃത്താറയിലേക്ക് നോക്കുമ്പോൾ നമ്മളെ കണ്ണൻ അവിടെ നൃത്തം ചെയ്യുന്നതായിട്ട് അങ്ങോട്ട് സങ്കല്പിക്കുക. അപ്പോൾ അതിങ്ങനെ ഉണ്ടാവും. അങ്ങനെ കണ്ട് തൊഴുത് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ വരാം. കുറൂരമ്മേനെയും നന്ദഗോപരെയും രാധാകൃഷ്ണനെയും ഒക്കെ കണ്ടിട്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങിയാൽ ആ പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് പ്രസാദമൊക്കെ വാങ്ങാം. നേരെ ഇനി എടത്തരികത്തുകാവിൽ നമ്മുടെ അടുത്തേക്ക് പോവാം. എടത്തരികത്തുകാവിൽ അമ്മേനെ കണ്ട് തൊഴാം. അവിടെ അങ്ങനെ തിരക്കുണ്ട്, അങ്ങനെ കയറാം. അത് കൂടെ അങ്ങനെ കയറിയിട്ട് നോക്കുമ്പോൾ നല്ല രസമായിട്ടുണ്ട്, അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ അമ്മേനെ. അപ്പോൾ ഭഗവതീനെ കണ്ട് തൊഴാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ കണ്ട് തൊഴുത് നമുക്ക് കുറച്ചും കൂടി ഇങ്ങോട്ട് പോന്നാൽ കോണിൽ നിന്ന മമ്മിയൂരപ്പനെ നോക്കിയിട്ട് ഓം നമശിവായ 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 എന്ന് പറഞ്ഞിട്ട് മമ്മിയൂരപ്പ ശരണം എന്നും പറഞ്ഞ് പ്രാർത്ഥിച്ച് നേരെ ഇനിയിങ്ങനെ പോരുമ്പോൾ ആ കൊടിമരം നോക്കിയിട്ട് കാണാം. ഒരു വട്ടം കൂടി നമുക്ക് ആ ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹത്തിലേക്ക് ഒന്നുകൂടി കാണാൻ പറ്റുമോ നോക്കിയിട്ട് അവിടെ പോയിട്ട് ആ കൊടിമരത്തിൻ്റെ അവിടെ നിന്ന് നോക്കിയാൽ കാണാം. ഉള്ളിൽ നമ്മുടെ ആ കാളിയ മർദ്ദകനെ കാണാം. അങ്ങനെ കണ്ട് തൊഴുത് ഇനി നമ്മൾ നേരെ ഇങ്ങോട്ട് പോരുമ്പോൾ കൂത്തമ്പലത്തിൻ്റെ അവിടെ വന്ന് അവിടെ നിന്ന് തൊഴാം. അത് കഴിഞ്ഞ് അയ്യപ്പൻ്റെ അടുത്ത് വരാം. അയ്യപ്പ സ്വാമീനെ കണ്ട് തൊഴാം. ഭൂതനാഥ സുധാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ തൊഴുത് അങ്ങനെ ഒന്ന് വലം വെച്ച് ഇങ്ങനെ ഇറങ്ങുമ്പോൾ പടിഞ്ഞാറ നടയിൽ കൂടെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. പടിഞ്ഞാറ നടയിലെത്തിയാൽ നോക്കിയ ആ ദീപസ്തംഭവും കാണാം, അവിടുത്തെ കണ്ണനെയും കാണാം, ആ കൊടിമരത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാല സ്വരൂപത്തെയും കാണാം. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. അപ്പം എല്ലാവരും ഇന്ന് എൻ്റെ കൂടെ വന്നു. ആ ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിലെ ആ കാളിയൻ പാമ്പിൻ്റെ മുകളിൽ നൃത്തം ചെയ്യുന്ന നമ്മുടെ പൊന്നുണ്ണിക്കണ്ണനെ കണ്ട് കളഭാലങ്കാരം കണ്ടു തൊഴുതു, ഉച്ചപൂജാലങ്കാരം കണ്ടു തൊഴുതു. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കുമാറാവട്ടെ. ഹരേ കൃഷ്ണ.